9 മണി വാർത്ത തുടങ്ങുന്നു. ഒരു നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കാൻ പോവുകയാണത് കേരള മുഖ്യമന്ത്രിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലാണ്. പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് കഴിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ആ നിർണായക കൂടിക്കാഴ്ചയുടെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ നേരിട്ടറിയിക്കാൻ മുഖ്യമന്ത്രി. ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കേരള ഹൌസിൽ അല്പസമയത്തിനകം കൂടിക്കാഴ്ച. ഇരുവരും ഒന്നിച്ച് പ്രഭാത ഭക്ഷണം. വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ വിമുഖത കാട്ടി ദുരന്തബാധിതർ. സമ്മതപത്രം നൽകിയത് 8 പേർ മാത്രം. അന്തിമ പട്ടിക ഏപ്രിൽ 20-ന്. പാകിസ്ഥാനിൽ തട്ടിയെടുത്ത ട്രെയിനിലെ 104 യാത്രക്കാരെ മോചിപ്പിച്ചു. സൈന്യം വ്യോമാക്രമണം നടത്തി. 30 പാക് സൈനികരും 14 വിഘടനവാദികളും കൊല്ലപ്പെട്ടു. ബലൂച്ച് സായുധ സംഘം ബന്ദിയാക്കിയത് 214 പേരെ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന സാധ്യത തെളിയുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. സാമ്പത്തിക സഹായം പുനഃസ്ഥാപിച്ച അമേരിക്കയും ഇനി അറിയേണ്ടത് റഷ്യയുടെ നിലപാട്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. നാടെങ്ങും നിന്നുള്ള ഭക്തർ ആറ്റുകാലിലേക്ക്. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. ചോറ്റാനിക്കരയിൽ ഇന്ന് മകം തൊഴൽ. പരസ്യ പ്രതികരണത്തിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ? നിർണായക CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന്. പങ്കെടുക്കാൻ പത്മകുമാറും. ഹൈക്കമാൻഡിന് മുന്നിൽ നിലപാട് കടുപ്പിച്ച് UDF ഘടക കക്ഷികൾ. കോൺഗ്രസ് നേതൃനിരയിലെ ഐക്യം താഴെത്തട്ടിലും ഉറപ്പാക്കണം. ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ AICC പ്രതിനിധി. താരിഫ് യുദ്ധത്തിൽ കാനഡയുടെ നിർണായക നീക്കം. 25% വൈദ്യുതി സർചാർജ് പിൻവലിക്കാമെന്ന് കാനഡ. സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് അമേരിക്ക. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് PSG ക്വാർട്ടറിൽ. ബയൺ മ്യൂണിക്കും ബാഴ്സലോണയും ഇന്റർ മിലാനും ക്വാർട്ടറിൽ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ കേരള ഹൌസിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും ചർച്ചകൾ. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അത്ര പരിചിതമല്ല. പലപ്പോഴും ആവശ്യങ്ങളുമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരളം എത്താറുണ്ട്. അപ്പോഴൊക്കെയും കേന്ദ്രം അവഗണിക്കുന്നു എന്ന പരാതിയാണ് എപ്പോഴും കേരളത്തിനുള്ളത്. ആ സാഹചര്യം വിട്ട് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ടൊരു സൗഹൃദ സംഭാഷണം എന്ന നിലയ്ക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ്. പലപ്പോഴും കേരളം ശരിയായ രീതിയിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കേന്ദ്രം വിമർശിക്കുന്ന വിഷയങ്ങളാണവ. എന്താണ് പൊതുവെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. കാരണം നേരത്തെ പല വിഷയങ്ങളിൽ കോടതി കയറിയിട്ടുണ്ട്. പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വായ്പാ പരിധി അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് കേരളവും കേന്ദ്രവും പോയിട്ടില്ല. മാത്രമല്ല, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി വിവിധ മന്ത്രാലയങ്ങളിൽ പോയി മന്ത്രിമാരെ കാണുന്നതാണ് പതിവ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരള ഹൗസിൽ എത്തുന്നു. കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലാണ് അല്പസമയത്തിന് തന്നെ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ഏതായാലും അവസരമൊരുങ്ങുന്നത്. കേരളത്തിന്റെ വിവിധ വിഷയങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ ധനമന്ത്രിയെ മുഖ്യമന്ത്രി അറിയിക്കും. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസം, അത് കേരളത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇതിൽ നേരത്തെ കേരളം ഏതാണ്ട് 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് വയനാടിൻ്റെ കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ വായ്പയാണ്
പലിശരഹിത വായ്പയായി ഏതാണ്ട് 530 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വായ്പ തിരിച്ചടയ്ക്കാൻ ഏതാണ്ട് 50 വർഷത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഈ പണം വിനിയോഗിച്ചുള്ള കണക്കുകൾ ഈ മാസം 31 മുമ്പ് നൽകണം എന്നൊരു വ്യവസ്ഥ കേന്ദ്രം നൽകിയിരുന്നു. അത് ഒട്ടും പ്രായോഗികമല്ല. കാരണം ഏതാണ്ട് ഫെബ്രുവരി 14-നാണ് ആ വായ്പ അനുവദിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും അധികം തുക ചെലവഴിച്ചുള്ള കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രായോഗികമല്ല. ഇക്കാര്യം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏതായാലും അക്കാര്യം പ്രധാനമായി മുഖ്യമന്ത്രി ധനമന്ത്രി മുമ്പാകെ ഉന്നയിക്കും. മാത്രവുമല്ല, ഇതുവരെ വയനാടിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ധനമന്ത്രി അറിയിക്കും. വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുനരധിവാസത്തിന് 530 കോടി രൂപ മാത്രം പോരാ. അപ്പോൾ കൂടുതൽ ധനസഹായം വേണമെന്നൊരു ആവശ്യം, പ്രത്യേകിച്ച് പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങളിൽ കേരളം കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം, അത് ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. കൂടാതെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ. പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി, അത് വിഴിഞ്ഞം പദ്ധതിയുടെ 2-3 ഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി അടുത്തിടെയാണ് കേന്ദ്രം നൽകിയത്. ഇക്കാര്യം മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം സഭയെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ പദ്ധതികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കും. അപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് സാമ്പത്തിക സഹായം വേണമെന്നൊരാവശ്യം മുഖ്യമന്ത്രി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, VGF ആയി നൽകേണ്ട തുക വായ്പയായാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ തിരിച്ചടയ്ക്കുമ്പോൾ ഏതാണ്ട് 12,000 കോടി തിരിച്ചടയ്ക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിൽ ഒരു ഇളവ് വേണം എന്നൊരാവശ്യം മുഖ്യമന്ത്രി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നതൊന്ന് ആശാ വർക്കർമാരുടെ സമരമാണ്. കാരണം ആശാ വർക്കർമാരുടെ സമരം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചാണ്. ഇന്നലെ പോലും പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. കേരളത്തിന് കുടിശ്ശികയൊന്നും നൽകാനില്ല എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നത്. കേരളമാകട്ടെ ആ വാദം തള്ളുന്നുണ്ട്. ഇപ്പോഴും പണം കിട്ടാനുണ്ട്. കേരളത്തിന് ഒറ്റ പൈസ പോലും 2023-2024 സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടില്ല എന്നാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വാദം. പ്രത്യേകിച്ച് ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ തുക ലാപ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ആ കാര്യം കൂടി ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ധനമന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം മാത്രമല്ല, ആരോഗ്യ മന്ത്രാലയം പ്രത്യേകിച്ച് JP നഡ്ഡയ്ക്ക് നിർണായക പങ്കുണ്ട് ആ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ധനമന്ത്രി എന്തായിരിക്കും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക എന്നതാണ് നിർണായകമായ കാര്യം. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തിന്, വയനാട് പുനരധിവാസത്തിന്, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വരും. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മല സീതാരാമൻ കേരള ഹൗസിലെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാകേഷ്, ഈ പറഞ്ഞു നിർത്തിയ ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ ഇന്നലെ JP നഡ്ഡ രാജ്യസഭയിൽ അറിയിച്ചത് ഈ ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ധനമന്ത്രാലയത്തിന് മുന്നിലാണ് ആ ആവശ്യമുള്ളത് എന്നാണ്. അത് കേരളം ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ സമരം ചെയ്യുന്ന ആശമാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഒപ്പം ഈ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ പണം തരാത്തത്, ലാപ്സായി പോയ പണം അല്ലെങ്കിൽ ലാപ്സായി പോയ ഫണ്ട് തിരികെ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം, അത് എത്രത്തോളം പ്രായോഗികമായി നടക്കാൻ സാധ്യതയുള്ള ഒന്നാണ്? ശ്രീജ, ഈ വിഷയത്തിൽ ഏതായാലും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നിലവിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചൊരു വിഷയം. മാത്രവുമല്ല, കേരളം ഈ വിഷയത്തിൽ നിലവിൽ സമീപകാലത്തൊക്കെ തന്നെ വലിയ ചർച്ചയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ ഏതാണ്ട് ലാപ്സായി പോയ തുക 600 കോടിയിലധികം രൂപയാണ്. മാത്രവുമല്ല, ഇന്നലെ JP നഡ്ഡ കേരളത്തിന് ഈ പണമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. 1 രൂപ പോലും കുടിശ്ശികയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ നിയമസഭയിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ പോലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ വാദങ്ങളെ തള്ളുകയും 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന വാദം കേരളം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏതായാലും ധനമന്ത്രി മുമ്പാകെ ആ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ സമരം ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ആശാ വർക്കർമാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇൻസെന്റീവ് കൂട്ടാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കേരളം കൂടി അതിൽ അനുകൂല നിലപാടെടുത്താൽ സ്വീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്ന് അവരും പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ വാദങ്ങൾ, കേരളം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ നിരത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കേരളം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രം പറയുന്നതല്ല കണക്ക്, മറിച്ച് കേരളത്തിന് ഇപ്പോഴും ആനുകൂല്യം കിട്ടാനുണ്ട് എന്നതാണ്. അതിൽ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിലും കൂടി കേരളത്തിന് ഏതാണ്ട് 600 കോടി രൂപ കിട്ടാനുണ്ട്. കാരണം അതിന്റെ പേരിലാണ് തുക ലാപ്സായി പോയിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇളവ് നൽകണമെന്ന വാദമായിരിക്കും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുക. ഏതായാലും അല്പസമയത്ത് തന്നെ കൂടിക്കാഴ്ച ആരംഭിക്കും. ധനമന്ത്രി ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഹൗസിലാണ് നിർണായകമായ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ നിർമ്മല സീതാരാമന് മുന്നിൽ വെക്കുകയും
പരമാവധി കാര്യങ്ങളിൽ ഒരു ആനുകൂല്യത്തോടെയുള്ള അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് ഉണ്ടാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂടിക്കാഴ്ച മുന്നോട്ട് പോകുന്നത്. വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ ദുരന്ത ബാധിതർ വിമുഖത കാട്ടുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവരുന്നത്. 8 പേർ മാത്രമാണ് ഇന്നലെ സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20-ന് പ്രസിദ്ധീകരിക്കും. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെയാണ് ഈ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ തീയതി അടക്കം പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് ദുരന്ത ബാധിതരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിമുഖത ഉണ്ടാവുന്നത്. എന്താണ് അതിന്റെ സാഹചര്യം, പശ്ചാത്തലം? ശ്രീജ, 350ഓളം പേരെയാണ് ഈ വയനാട്ടിൽ പുനരധിവാസത്തിന്റെ പട്ടികയിൽ പെടേണ്ടത് അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കേണ്ടതെന്നാണ് സർക്കാരിന്റെ കയ്യിലുള്ള കണക്ക്. അതിൽ തന്നെ ഒരു ടൗൺഷിപ്പ് മാത്രം മതി എന്ന തീരുമാനത്തിലേക്കും സർക്കാർ എത്തി. അത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ആ ടൗൺഷിപ്പ് ഉദ്ദേശിക്കുന്നത്. അവിടെ 7 സെന്റ് ഭൂമിയും വീടും എന്നതാണ് സർക്കാരിന്റെ ഓഫർ. അതല്ലെങ്കിൽ ഈ വീടും സ്ഥലവും വേണ്ടെങ്കിൽ 15 ലക്ഷം രൂപ നൽകും എന്നുള്ളൂ. ഇങ്ങനെ 2 കാര്യങ്ങളാണ് സർക്കാർ മുൻപിൽ വെച്ചിരിക്കുന്നത്. ഇത് ഈ ദുരന്തബാധിതർക്ക് ഇതിനോട് യോജിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ പദ്ധതിയോട് വിമുഖത കാണിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ദുരന്തത്തിൽ ഇരയായവരെല്ലാം തന്നെ വലിയ തോതിൽ നഷ്ടം നേരിടുന്നവരാണ്. അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി ഭൂമി വേണമെന്നൊരാവശ്യം, അതല്ലെങ്കിൽ സർക്കാരിന്റെ ഗുണഭോക്തൃ പട്ടികയുടെ ഭാഗമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ സർക്കാർ നിശ്ചിത തുക 40 ലക്ഷം രൂപ എന്ന വലിയൊരു സംഖ്യയാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് നൽകാനാകില്ലെന്ന നിലപാടാണ് സർക്കാരും. അപ്പോൾ ഈ ഒരു കാര്യത്തെ ചൊല്ലിയാണ് അവിടെ ഈ ആളുകളെ ഈ സർക്കാരുമായി സഹകരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. സർക്കാരിന്റെ പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ക്ലോസുകൾ, നിബന്ധനകളിലും ചില സംശയങ്ങളുണ്ട്. ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ അവരുടെ ഈ ദുരന്തബാധിത മേഖലയിലെ ഭൂമിയിൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ അവകാശം സർക്കാർ നിക്ഷിപ്തമാകുന്ന തരത്തിലുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല നിബന്ധനകളും അതുപോലെ സർക്കാർ മുന്നോട്ട് വെച്ച ചില കണ്ടീഷനുകളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന നിലപാടാണ് ഈ ദുരിതബാധിതരായിട്ടുള്ളവർക്ക്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനും ഒരു കാരണമുണ്ട്. ചില മേഖലകളിലെ, അതായത് ദുരന്തം നേരിട്ട് ബാധിക്കാത്ത എന്നാൽ ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോയ മേഖലകളിലെ ജനങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഉയരുന്നത്. ഇന്നിപ്പോൾ പടവെട്ടിക്കുന്നിലെ 30ഓളം വരുന്ന നിവാസികൾ, അവിടുത്തെ താമസക്കാർ പ്രതിഷേധമായിട്ട് ചൂരൽമലയിൽ ഒന്നിക്കുന്നുണ്ട്. അതൊരു തുടക്കം മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം പടവെട്ടിക്കുന്നിലേക്ക് പോകാനുള്ള വഴിയെല്ലാം ഈ ദുരന്തത്തിൽ നഷ്ടമായി കഴിഞ്ഞു. ആ മേഖല ഒറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവർ നേരിട്ട് ദുരന്തത്തിൽ ബാധിക്കാത്തതുകൊണ്ട് അവർക്ക് പുനരധിവാസം നൽകേണ്ടതില്ല എന്നൊരു പ്രാഥമിക തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതിനെ ചൊല്ലിയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മരണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത്, ധനസഹായം ലഭിക്കുന്നതിലും വൈകലുണ്ടാക്കുന്നതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തെ ചൊല്ലിയുള്ള, അവിടെ ഏതെല്ലാം മേഖലയിൽ കൃഷി ചെയ്യാം, ഏതെല്ലാം മേഖലകൾ ജനവാസത്തിന് യോഗ്യമാണ്, അവിടെ അങ്ങനെ ആ മേഖലയിൽ നിന്ന് മാറി താമസിക്കുന്നവരുടെ ഭൂമിയുടെ അവകാശം നഷ്ടമാകുമോ തുടങ്ങിയ വിവിധ ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർച്ച് 27-ന് ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും സർക്കാരിന്റെ ഈ നയത്തോട് പലരും വിമുഖത കാണിക്കുന്നതും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുമെന്നാണ് അറിയുന്നത്. അടുത്ത ദിവസം മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തി ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നും അറിയാനാകുന്നുണ്ട്. ശ്രീജ, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ബന്ദികളാക്കിയവരിൽ 104 പേരെ മോചിപ്പിച്ചു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തുടരുകയാണ്. ഇതിനിടെ 16 ഭീകരരെ വധിച്ചതായി പാക് സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ 30-ലധികം സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ബലൂചിസ്ഥാനിൽ സായുധ സംഘമാണ് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കുറുപ്പ്. അപർണ, വലിയൊരു ഓപ്പറേഷനായിരുന്നു സൈന്യത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം 208 പേരാണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ബന്ദികളായി ബാക്കിയുള്ളവർ സുരക്ഷിതരാണോ? ശ്രീജ, ഇതിന്റെ കണക്ക് എത്ര പേർ ട്രെയിനിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള കണക്കുകളിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 450 യാത്രക്കാരെന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പറയുന്നത്. അത്രയും 500-നടുത്ത് ആൾക്കാരുണ്ടായിരുന്നു ജാഫർ എക്സ്പ്രസിൽ. 9 ബോഗികൾ ഉണ്ടായിരുന്നു അതിലായി ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ 104 പേരെ മോചിപ്പിച്ചു എന്നുള്ള കണക്ക് വരുമ്പോൾ ഇപ്പോൾ എത്ര പേരുണ്ട് അതിനകത്ത് എന്നുള്ള ചോദ്യത്തിൽ 214ഓളം പേർ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസി
ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ ലോക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെയല്ല. 35 യാത്രക്കാർ മാത്രമാണ് ഇപ്പോൾ ബന്ദികളായിട്ടുള്ളത്. 350ഓളം പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര പേരാണ് ഇതിനകത്തുള്ളതെന്നറിയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില ബന്ദികളുമായിട്ട് പർവ്വത നിരകളിലേക്ക് കടന്നിരിക്കുകയാണ് BLA ബലൂചിസ്ഥാൻ ഓപ്പറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA കടന്നിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിൽ എത്ര പേരാണ്, മാത്രമല്ല ഈ സൈനിക ഓപ്പറേഷൻ തുടരുകയാണെങ്കിൽ ബന്ദികൾ 10 പേരെ വധിക്കും എന്ന് BLA പറഞ്ഞിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ട് മണിക്കൂറുകളായി. ആ തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമില്ല. ഈ 214 പേർ ഇപ്പോൾ ഉണ്ട് കസ്റ്റഡി അല്ലെങ്കിൽ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് സൈനിക ഉദ്യോഗസ്ഥരുമുണ്ട്. 104 പേർ പുറത്തിറങ്ങി വരുമ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ, ഈ 500 പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അതേത് തരത്തിലാണ് എന്നുള്ളൊരു വിഷയം ഒക്കെ ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്കുകൾ പുറത്തു വരാൻ, വ്യക്തമായിട്ടുള്ള കണക്കുകൾ, ജീവഹാനി അടക്കമുള്ള കണക്കുകൾ കൂടുതൽ വ്യക്തമായിട്ട് പുറത്തു വരാൻ സമയമെടുക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. ഈ BLA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗോൾഡ്, അതോടൊപ്പം തന്നെ കോപ്പർ ഖനികളുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പോലും പിടിമുറുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഈ പുറത്തുനിന്നുള്ള സഹായം ഈ ആർമിക്ക് BLAക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ടോ? പാകിസ്ഥാന്റെ സാമ്പത്തിക നില പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു ട്രെയിൻ തട്ടിയെടുക്കലിലേക്ക് അവർക്ക് എളുപ്പത്തിൽ കടന്നതും. പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇടപെടാൻ കുറച്ച് സമയത്തിനു ശേഷമാണ് കഴിഞ്ഞത്. പർവ്വതനിരയിലാണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സൈന്യത്തിന് അങ്ങോട്ട് എത്തുക ബുദ്ധിമുട്ടാണ്. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി കൂടിയാണ്. അപ്പോൾ ഈ തരത്തിലാണ് 30 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്, 16 വിഘടനവാദികൾ മിലിറ്റൻസ് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ കണക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര പേർ ഇപ്പോഴും ബന്ദികളായിട്ടുണ്ട്? 104 പേർ മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോഴും എത്ര പേർ ബന്ദികളായി തുടരുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ ഇനിയും സ്ഥിരീകരിക്കാൻ ബാക്കി കിടക്കുന്നു. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ആഗോളതലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് രാവിലെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലിന്റെ സാധ്യത തെളിയുന്നു എന്നതാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചതായി കീവ് അറിയിക്കുന്നു. യുക്രൈൻ അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായം ഇതോടെ അമേരിക്ക പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ഇതുവരെ റഷ്യ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേർന്നു. രഞ്ജിത്ത്, ഒരു പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. വളരെ മോശം സാഹചര്യത്തിൽ ഓവൽ ഹൗസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഉണ്ടായ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനമൊക്കെ കുറച്ചുകൂടി ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. റഷ്യയുടെ നിലപാട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അക്കാര്യത്തിൽ വല്ല സൂചനകളും വന്നു തുടങ്ങുന്നുണ്ടോ? തീർച്ചയായും 3 വർഷം നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നുള്ളതാണ് ഈ സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളൊക്കെ യുക്രൈൻ അംഗീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വ്ളാദിമിർ സെലൻസ്കി നേരത്തെ വൈറ്റ് ഹൗസിൽ നടന്ന വാഗ്വാദവുമായി ബന്ധപ്പെട്ട ക്ഷമാപണമൊക്കെ നടത്തിയിരുന്നു. അതുകൂടി അമേരിക്കയെ ഒരല്പം ഒക്കെ സെലൻസ്കി ഒപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. 30 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി വെച്ചിട്ടുണ്ട്. അതായത് ഈ തടവുകാരുടെ കൈമാറ്റം, സിവിലിയൻ തടവുകാരുടെ മോചനം, പലായനം ചെയ്യപ്പെട്ട യുക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ ചർച്ചയുണ്ടായി. ഇതിലൊക്കെ യുക്രൈന് കൂടി പ്രയോജനപ്രദമാകുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. തുടർന്നാണ് ഈ ശ്രമങ്ങൾക്ക് യുക്രൈൻ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തത്. പക്ഷേ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നലെ റഷ്യയും യുക്രൈനും തമ്മിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമണമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 300ഓളം ഡ്രോണുകൾ യുക്രൈൻ റഷ്യയിലേക്ക്, മോസ്കോയിലേക്ക് പ്രയോഗിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റഷ്യ തിരിച്ചടിക്കുകയും കനത്ത നാശനഷ്ടം യുക്രൈൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയന്റെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം ഈ ചർച്ചകളിൽ യുക്രൈൻ മുന്നോട്ട് വെച്ചിരുന്നു. അതിലും അമേരിക്ക സമ്മതം അറിയിക്കുകയുണ്ടായി. തുടർന്ന് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രിയ എർമാക്കിന്റെ നേതൃത്വത്തിൽ
നേതൃത്വത്തിലാണ് യുക്രൈൻ്റെ സംഘം ചർച്ചകളിൽ പങ്കെടുത്തത്. അമേരിക്കൻ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വോൾസ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുകയുണ്ടായി. നിലവിലുള്ള US സൈനിക സാമ്പത്തിക സഹായത്തിന് പുറമെ റഷ്യയെ സംബന്ധിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും കൈമാറാം എന്നും ഇന്നലെ ധാരണയായിട്ടുണ്ട് എന്നറിയുന്നു. ഈ വാഗ്വാദത്തിന് ശേഷം ഈ സാമ്പത്തിക സഹായം പിൻവലിക്കുമെന്നും അത് നിർത്തലാക്കുമെന്നും ഒപ്പം രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറില്ല എന്നുമുള്ള വാശിയുണ്ടായിരുന്നു ട്രംപിന്. ഇക്കാര്യത്തിലും യുക്രൈന് ഇപ്പോൾ ഒരു അനുകൂലമായ തീരുമാനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വിവരം അറിയിച്ചിരുന്നു. യുക്രൈനെ പങ്കാളികളാക്കാതെ റഷ്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചയെ സെലൻസ്കി അംഗീകരിച്ചിരുന്നില്ല. അതിന് കൂടി ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്കാണ് നേരിട്ട് ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് അമേരിക്ക കടന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും സമാധാന ശ്രമങ്ങൾ ഏതാണ്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റഷ്യയുടെ പ്രതികരണമാണ് നിർണായകം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപും റഷ്യയും തമ്മിൽ അത്യാവശ്യം നല്ല തോതിലുള്ള ബന്ധം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും അത് ഈ സമാധാന ശ്രമങ്ങളെ സ്വാധീനിക്കും എന്ന് വേണം കരുതാൻ. എത്രയും പെട്ടെന്ന് ഈ കരാർ നടപ്പിലാക്കുക എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ആ നിലപാടിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കരാറിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീജ. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇതിനിടെ കാനഡയുമായുള്ള താരിഫ് യുദ്ധത്തിലും നിർണായകമായൊരു നീക്കമുണ്ടാകുന്നു. 25% ഇലക്ട്രിസിറ്റി സർചാർജ് പിൻവലിക്കാമെന്ന് കാനഡ നിലപാടെടുത്തതോടെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയുടെ താരിഫ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം അമേരിക്കയും പുനഃപരിശോധിക്കുമെന്നാണ് സൂചന. കാനഡയിൽ നിന്നുള്ള എല്ലാ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 50% താരിഫ് ചുമത്താനായിരുന്നു അമേരിക്കയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു സർചാർജ് പിൻവലിക്കാനുള്ള കാനഡയുടെ തീരുമാനം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നും കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല.
എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. പൊങ്കാല പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ. വിശ്വാസികൾ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണമുണ്ട്. നാളത്തെ പൊങ്കാല ചടങ്ങിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ദേവീ സന്നിധിയിലേക്ക് ഒഴുകുകയാണ്. ഭവ്യ പാർവതി ആറ്റുകാലിലുണ്ട്. ഭവ്യ, പൂർണ്ണമായും ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക്, പൊങ്കാലയുടെ അന്തരീക്ഷത്തിലേക്ക് തിരുവനന്തപുരം മാറിക്കഴിഞ്ഞു. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ആറ്റുകാൽ മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അനന്തപുരി. പൂർണ്ണമായും ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ്. രാവിലെ മുതൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, പുലർച്ചെ 1 മണി മുതൽ തന്നെ ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തി നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. പൂർണ്ണമായും ഈ നാട് മുഴുവൻ അതിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ഭക്തലക്ഷങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. നമുക്കിതാ നിരവധി ആളുകൾ, ഇവരൊക്കെ മണിക്കൂറുകളായി ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. ചേച്ചി എവിടുന്നാ വരുന്നേ? മാള. എത്ര നേരം ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്? 2.5 മണിക്കൂർ. ആണോ? വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടിയുള്ള ഒരു ചൂടുള്ള ഒരു ഇറക്ക് കിട്ടി. സന്തോഷമായി? സന്തോഷമായിട്ടില്ല, നീ ദേവിനെ കണ്ടേ. ദേവിനെ കണ്ടാലേ സന്തോഷമാവുള്ളൂ. അതിനാ ഞങ്ങൾ വന്നേക്കണേ. നാളെ പൊങ്കാല ഇടുന്നില്ലേ? ഇടുന്നുണ്ട്. എവിടെ ഇടുന്നേ? അതിനപ്പുറത്ത് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി? 2.5 മണിക്കൂറായി. 2.5 മണിക്കൂറായി. ചേച്ചി എവിടുന്നാ വരുന്നേ? മാള. എല്ലാരും ഒരുമിച്ച് വരുവാണ്? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരുന്നത് ഒരു നിയന്ത്രണം ഇല്ല. അത് ഞങ്ങൾക്ക് തോന്നി ഇവിടെ വന്നിട്ട്. കാരണം ഒന്നിച്ച് വിടുന്നത് ഞങ്ങളെ കൊന്നു കളഞ്ഞാനെ. അതുപോലത്തെ ടൈറ്റായി. ഞങ്ങൾ ഒരു വായു കിട്ടണില്ല, അതുപോലെ ആയി. അപ്പൊ അതാ നിയന്ത്രണത്തിന്റെ കുറവാ. അതേ കണ്ട അതേ ഓരോന്ന് കിടക്കണം. അപ്പൊ അത് ഒന്ന് നിയന്ത്രിക്കാൻ പറയും അതിന്റെ മേലുദ്യോഗസ്ഥന്മാരോട്. അതാണ്, നിരവധി പരാതികളും ഉയരുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് വെള്ളം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുണ്ട്. അത്രമാത്രം ജനങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും സംഘാടകർ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ചില പരിമിതികളുണ്ട്. അതുതന്നെയാണ് ഇവരൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ചേച്ചി എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. കൊല്ലം. എല്ലാ വർഷം വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരിക. ആദ്യമായിട്ട് വരുവാണ്. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്. പൊങ്കാല ഇടാൻ വേണ്ടി ആദ്യമായിട്ട് വരുവാണ്. അതാണ്, നിരവധി ആളുകൾ അങ്ങനെ ആദ്യമായിട്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി എത്തുന്ന ജനങ്ങളെയും കാണാം. അമ്മ എവിടുന്നാ വരുന്നേ? തലശ്ശേരി. അതിൽ അസുഖം മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നല്ലോ, പൊടിയാണോ? പൊടിയായിട്ടാണ്. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നേ? അതെ, ആദ്യമായിട്ടാണ്. ചേച്ചി എവിടുന്നാ? തലശ്ശേരി. കണ്ണൂരിന്നാണ്? എല്ലാ വർഷം വരാറുണ്ടോ? പൊന്നം. എല്ലാ വർഷം വരാറുണ്ടോ? കഴിഞ്ഞ വർഷം വന്നിരുന്നു. എപ്പോഴാ ക്യൂ നിൽക്കാൻ തുടങ്ങി? ഞങ്ങളൊരു 3:30 നിൽക്കാൻ തുടങ്ങിയാണ്. ഇതുവരെ എവിടെ എത്തിയിട്ടില്ല? എവിടെ എത്തിയിട്ടേ ഉള്ളൂ. അതാണ്, പുലർച്ചെ മുതൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വലിയ തിരക്കാണ്. ആറ്റുകാലമ്മയെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് കാണുന്നത്. എന്തായാലും നാളെ രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടു കൂടിയാണ് പൊങ്കാലയുടെ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 10:15 അടുപ്പുവെട്ട്. ഉച്ചയ്ക്ക് 1:15 നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും പൊങ്കാല നിവേദ്യവും ദീപാരാധനയും ഒക്കെ നടക്കുക. എന്തായാലും ഇന്ന് 1 മണി മുതൽ, ഇന്ന് ഉച്ചയോടുകൂടി നഗരത്തിൽ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിവരെ നിയന്ത്രണം തുടരുമെന്നാണ് പോലീസ് സേന അറിയിച്ചത്. എന്തായാലും 4500 പോലീസുകാരെയാണ് ഇവിടെ
സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഷാഡോ മബ്ദി പോലീസുകാരെയും വനിതാ പോലീസുകാരെയും അടക്കം വിന്യസിച്ചിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. നിരവധി പോലീസുകാരുണ്ട്, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളം അടക്കം വെച്ച് ഈ സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിനകത്തും പുറത്തും സുരക്ഷ ശക്തമാണ്. തിരക്ക് അതിനപ്പുറമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി എവിടുന്നാ വരുന്നേ? പറവൂര്. എല്ലാ വർഷവും പൊങ്കാലിടാറുണ്ടോ? ആദ്യമായിട്ട് വരുന്നത്. ആദ്യമായിട്ട് വരുവാണ്. ഇവിടെ എങ്ങനെയുണ്ട്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് സവിത. എവിടുന്നാ വരുന്നേ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ആദ്യമായിട്ടാണോ? അല്ലല്ല, എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരാറുണ്ട്. വരുന്നുണ്ട്, തുടർച്ചയായിട്ട് വരും. എന്താ ഇങ്ങനെ എല്ലാ വർഷവും വരാനൊരു കാരണം? ഞങ്ങൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തോട്ടാണ്. ഇപ്പൊ ഞങ്ങൾ താമസം മാറിയ ചങ്ങനാശ്ശേരിയാണ്. വന്ന കാലം തൊട്ട് ആറ്റുകാലമ്മയുടെ നടയിൽ പൊങ്കാല ഇടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്? ഉണ്ട്, ഉറപ്പായിട്ടും. ചേച്ചി എവിടുന്നാ വരുന്നേ? കോട്ടയം. കോട്ടയംകാരാണ്. ഇവിടെ ആദ്യമായിട്ടാണോ? അല്ലല്ല, കുറെ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. എപ്പോ നിൽക്കാൻ തുടങ്ങിയതാ? ക്യൂ 4 മണിയായപ്പോ പോലെ നിൽക്കാൻ തുടങ്ങിയ. അടുത്തെങ്ങാൻ കേറാനാവോ? കേറാൻ പറ്റുമായിരിക്കും. ഇവിടെ അടുത്തറയും വരെ വന്നില്ലേ. അതെ, നല്ല തിക്കും തിരക്കുവാണല്ലേ? അത് ഭയങ്കര തിരക്കാ. അതാണ്, നല്ല തിരക്കാണ്. എന്നാൽ പോലും ദേവിയെ കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ കുറെ പേർ നടയിൽ വന്ന് തൊഴുതു പോകുന്നുണ്ട്. ചില ആളുകൾ എത്ര തിരക്കായാലും വേണ്ടിയില്ല, ഞാൻ ദേവിയെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ക്യൂവിൽ കാണുന്നത്. അമ്മയുടെ പേരെന്താ? ഗിരിജ. എവിടുന്നാ വരുന്നേ? കാട്ടാക്കട, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ്. ഇവിടെ തന്നെയാണ്? അതെ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷം പൊങ്കാല ഇടാറുണ്ടല്ലേ? പൊങ്കാല ഇടാറുണ്ട്. ഇവിടുത്തെ തിരുവനന്തപുരംകാരാണോ? ഇവിടുത്തെ ആളുകളാണോ? അല്ലല്ല, എവിടുന്ന് വരുന്നേ? മലപ്പുറം ജില്ലയിൽ നിന്ന്. മലപ്പുറം, മലബാറിന്നാണ്. എല്ലാ വർഷം വരാറുണ്ടോ? 3 വർഷം. 3 വർഷമായിട്ട് വരാറുണ്ട്. അപ്പം 3 വർഷമായിട്ട് സന്തോഷമാണ്? സന്തോഷമുണ്ട്. ഇപ്രാവശ്യം മാത്രം ഭയങ്കര ദുഃഖമാണ്. അതെന്ത് പറ്റി? തിരക്കുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം തിരക്കില്ലായിരുന്നു? ഇല്ല, കുറവായിരുന്നു. കുറവൊന്നുമല്ല. ഞങ്ങള് കടക്കുന്ന സമയത്ത് ഇത്രയൊന്നും തള്ളൊന്നും ഇല്ലേന്ന്. വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? വെള്ളം ഇപ്പൊ ഇവിടുന്ന് കിട്ടി. ഇപ്പൊ കിട്ടി, സന്തോഷമായി. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഇവർക്കൊക്കെ കയറി തൊഴാനാവട്ടെ. എന്തായാലും വലിയ തിരക്കാണ്. എങ്ങനെയുണ്ട്? നല്ല തിരക്കാണോ? അവരെന്തായാലും പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ ജോലി എടുക്കട്ടെ എന്നാണ് പറയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്തായാലും വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആറ്റുകാൽ അമ്മയുടെ ദേവി സന്നിധിയിലാണ് ഞാനും ഉള്ളത്. ഈ നാളത്തെ ഒരു ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഭക്തരുടെ എല്ലാവരുടെയും. നാളെ എന്തായാലും പൊങ്കാല കലങ്ങളിൽ ആറ്റുകാൽ അമ്മയ്ക്കുള്ള അർപ്പണം അല്ലെങ്കിൽ പൊങ്കാല നിറഞ്ഞു തൂങ്ങുന്നതോടുകൂടി ഈ 10 ദിവസത്തെ ഉത്സവത്തിന് സമാപ്തിയാകും. ഇന്ന് പൊങ്കാല തുടങ്ങിയിട്ട് 9ാമത്തെ ദിവസമാണ്. കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസം പൂർണ്ണമായി കഴിയാൻ നാളത്തെ പൊങ്കാലയ്ക്കായി. ആറ്റുകാലിൽ നിന്ന് ഭവ്യാണ് വിവരങ്ങൾ നൽകിയത്. നാളെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ ക്ഷേത്രനടയിൽ കാണുന്നവരൊക്കെ നാളെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇന്നേ വന്ന് നിൽക്കുന്നതാണ്. പുലർച്ചെ 3 മണിക്കൊക്കെ ക്യൂവിൽ നിന്നിട്ട് ഇപ്പോഴും നടയിലേക്ക് എത്താൻ കഴിയാത്ത വിഷമത്തിൽ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നവരാണ്. ഇന്നത്തെ ദിവസം മറ്റൊരു വിശേഷം കൂടിയുള്ളത് ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കരയിലെ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറക്കുക. വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി, ഇവിടെ തിരുവനന്തപുരത്ത് ഫുൾ പൊങ്കാല മൂടാണ്. അവിടെ ചോറ്റാനിക്കരയിലെ അവസ്ഥ എന്താണ്? തിരക്ക് തുടങ്ങിയോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ചോറ്റാനിക്കര ദേവിയെ കാണുന്നതിന് വേണ്ടി, മകം തൊഴുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വലിയ ചൂടാണ്. അതുകൊണ്ട് ചൂട് കൂടുമ്പോഴൊക്കെ ആളുകൾക്ക് ക്യൂ നിന്ന് ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കുടിവെള്ളം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അടിയന്തര ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ടർമാരുടെ സേവനം അടക്കം എല്ലാം ഇവിടെ സജ്ജമാണ്. 2 മണിക്ക് ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ആളുകൾ. പടിഞ്ഞാറേ നടയിൽ കൂടിയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. അവിടെ രാവിലെ 6 മണി മുതൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നവരുണ്ട്. കാരണം 2 മണിക്ക് തുടങ്ങിയാൽ തന്നെ ദേവിയെ തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ട്, അത് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും രാവിലെ നമ്മൾ പ്രതികരണം തേടുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ പുലർച്ചെ പുറപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ
വലിയ വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ മകം തൊഴലിനും ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ, ഇതിന്റെ ദേവിയുടെ ഒരു ഐതിഹ്യം വെച്ച് ഒരു മകം തൊഴൽ തൊഴുതാൽ അടുത്ത മകം തൊഴലിന് മുൻപായി എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് ദേവി സാധിച്ചു തരുമെന്നൊരു വിശ്വാസത്തിലാണ് പലരും ഇവിടേക്ക് വരുന്നത്. ആ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതെന്നാണ് ഇവിടെ എത്തുന്ന ഭക്തർ, വിശ്വാസികൾ പറയുന്നത്. ഈ പ്രവേശനം ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ഇത്തവണ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും പടിഞ്ഞാറേ നടയിലൂടെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. ഈ വടക്കേ പൂരപ്പറമ്പിന്റെ ഇടയിലുള്ള ബാരിക്കേഡിലൂടെയാണ് പുരുഷന്മാർക്കും ഒപ്പം കുടുംബമായി വരുന്നവർക്കുമൊക്കെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ നീണ്ട ക്യൂ തന്നെയാണ്. രാവിലെ നമ്മൾ ഇവിടെ എത്തി ലൈവ് തരുമ്പോൾ ഇത്രയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കൂ, നല്ല ക്യൂ ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് വേണ്ടി. രാവിലെ ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി. 3 നേരവും, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, ഈ 3 നേരവും ദേവി പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. രാവിലെ ശാന്തസ്വരൂപിയായ സരസ്വതിയും ഉച്ചയ്ക്ക് ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയും വൈകിട്ട് നീല നിറത്തിൽ നീല പട്ടണിഞ്ഞ ദുർഗാദേവിയും. അങ്ങനെ 3 രൂപങ്ങളിലാണ് ദേവിയെ ഇന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു ദേവിയെ നമുക്ക് ദർശിക്കാൻ കഴിയുക. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം 2 അതിഥികൾ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ എത്താം. മാളികപ്പുറം സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും ഒപ്പം സംവിധായകൻ മോഹനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. എല്ലാ പ്രാവശ്യവും മകം തൊഴലിന് വരാറുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ മുടങ്ങിയിട്ടില്ല മകം. ഇപ്പൊ ഞാനൊരു 15 വർഷം ഇവിടെ താമസമാണ് ചോറ്റാനിക്കര. അപ്പം മുടക്കാറില്ല. ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തും. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം ദേവി നടത്തി തരുന്നുണ്ട്. ഞാൻ എന്റെ എല്ലാ സിനിമകളിലും തിരക്കഥ പൂർത്തിയാക്കുന്ന ഇവിടെ ഇരുന്നിട്ടാണ്. മാളികപ്പുറത്തിന്റെ തിരക്കഥ മുഴുവൻ എഴുതിയത് ചോറ്റാനിക്കര ഇരുന്നിട്ടാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും ഭാഗ്യ സ്ഥലമാണ് ചോറ്റാനിക്കര. പിന്നെ ജീവിതത്തിലെല്ലാം തന്നിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ. അപ്പൊ അത്രയും വിശ്വാസമുണ്ട്. മുടക്കില്ല. ഫാമിലിയായിട്ട് എല്ലാവരും വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് മകൻ തൊഴാൻ വരുന്നത്. ആദ്യമായിട്ടാണ്. അതിന് ഒരു നിമിത്തമായി വന്നത് അഭിലാഷാണ്. കാരണം അഭിലാഷ് ഞാനും ഒരു അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. അത് ചോറ്റാനിക്കര ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ മൂകാംബികയിൽ എല്ലാ വർഷവും പലതവണ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് അരവിന്ദിൻ്റെ ഏതെങ്കിലും സിനിമ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ അമ്മ തന്നെയാണ് എന്നെ ഇവിടെ അഭിലാഷിൻ്റെ മുന്നിൽ എത്തിച്ചതും ഞങ്ങളൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? വലിയൊരു ആഘോഷം, കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമാണെന്ന് പറയുമ്പോൾ കൂടിയും പുരുഷന്മാർ വരുന്നുണ്ട്, വർഷങ്ങളായി ഇവിടെ എത്തുന്നവരുണ്ട്. അത്രയേറെ വിശ്വാസമാണ് ആളുകൾ. ഉറപ്പായിട്ടും ഞാനിവിടെ തൊഴാൻ വരാറുണ്ട്. പക്ഷെ മകം ആയ ദിവസം ആദ്യമായിട്ടാണ് വരുന്നതേ ഉള്ളൂ. ഇതൊരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. ഒരു അമ്മയുടെ ഒരു സ്രോതസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊരു അവസരം. അപ്പോൾ അടുത്ത സിനിമയും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്താൽ വലിയ ഹിറ്റ് ആവട്ടെ. കാരണം മാളികപ്പുറം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വലിയ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ചോറ്റാനിക്കര ബേസ് ചെയ്തൊരു പടം ചെയ്യണമെന്ന്. അപ്പോൾ അരവിന്ദ് കഥയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മോഹനോട് ഒരു പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മോഹനോട് എൻ്റെ കഴിഞ്ഞ സിനിമ ആനന്ദ് ശ്രീബാല കണ്ടിട്ട് വിളിക്കുന്നതും സുമതിയുള്ളതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളത് തുടങ്ങി. ഒരു നിമിത്തം പോലെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിലോ മെയിലോ ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റിൽ ഒരു വലിയ പടമായിരിക്കും. തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും തൃപ്തി കിട്ടുന്ന ഒരു സിനിമയായിരിക്കും ചോറ്റാനിക്കരയാണ്. ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ മോഹനുമാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ അടുത്ത ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. വർഷങ്ങളായി ചോറ്റാനിക്കരയിൽ വന്ന് മകം തൊഴുന്ന ആൾ കൂടിയാണ് അഭിലാഷ് പിള്ള. അത്രയേറെ വിശ്വാസമുണ്ട്. തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ശ്രീജ, ഇപ്പോൾ മകം എഴുന്നള്ളിപ്പ്, ഈ പറകളെല്ലാം എടുത്തതിന് ശേഷം മക എഴുന്നള്ളിപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം മകം എഴുന്നള്ളിപ്പിന് ശേഷം ഈ ഇവിടെയുള്ള ഇപ്പോൾ ദർശനത്തിനായി നിൽക്കുന്നവരെല്ലാം, ഭക്തരെയെല്ലാം ഈ അങ്കണത്തിൽ നിന്നും പുറത്തേക്ക് ആക്കും. അതിനുശേഷം ബാരിക്കേഡ് കെട്ടി അവരെ പുറത്തേക്ക് ആക്കിയതിനു ശേഷമായിരിക്കും 2 മണിയോട് കൂടിയ അമ്പലം തുറക്കുകയുള്ളൂ. അതിന് മുന്നോടിയായി ദേവിയെ സർവാഭരണ വിഭൂഷിയായി ഒരുക്കി വെച്ചതിന് ശേഷമായിരിക്കും പിന്നീട് ഭക്തർക്ക് പ്രവേശനം നൽകുക. 2 മണി മുതൽ ഏകദേശം അവസാനത്തെ ഭക്തൻ കണ്ട് മടങ്ങുന്നത് വരെ ക്ഷേത്രം തുറന്നിരിക്കും. എങ്കിലും ഒരു 9:30-10 മണിയോടുകൂടി ക്ഷേത്രം അടയ്ക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഈ ദേവസ്വം ഭാരവാഹികൾ
പാർട്ടികളും വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അതിഗംഭീരമായിട്ടുള്ള ഒരു മകം തൊഴൽ തന്നെയാണ് വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി നടക്കുന്നത്. എന്തായാലും വലിയ തിരക്കാണ്. ഓരോ മിനിറ്റുകളും കഴിയുന്തോറും ഈ തിരക്കുകളുടെ എണ്ണം, ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ മുതൽ ഇവിടെ എത്തി ക്യൂ നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും വലിയ വിശ്വാസമാണ്. ശരി നവമി, എന്തായാലും അവിടെ നമുക്ക് വരും മണിക്കൂറുകളിലും അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം. അവിടെയും വലിയ തിരക്കാണ്. ആറ്റുകാൽ പക്ഷേ ഒരു ജനസമുദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തേക്കുള്ള ആളുകളൊക്കെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ചോറ്റാനിക്കരയിൽ ഉച്ച തൊട്ടാണ് മകംതൊഴൽ ചടങ്ങ്, മകംതൊഴൽ നട തുറക്കൽ ആരംഭിക്കുന്നത്. അവിടേക്കും വലിയ തിരക്കുണ്ട്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നമുക്ക് ഇനി എല്ലാ മണിക്കൂറുകളിലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്നും ആറ്റുകാലിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ എത്തിക്കാം. മറ്റ് രാഷ്ട്രീയ വാർത്തകൾ നോക്കിയാൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടത് പത്തനംതിട്ടയിലെ CPM-ലാണ്. എ പത്മകുമാർ നടത്തിയ പരസ്യ പ്രതികരണത്തിൽ സംഘടനാ നടപടി ഉണ്ടാവുമോ എന്ന് ഇന്നറിയാം. ഇന്ന് ചേരുന്ന CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഈ പത്മകുമാർ നടത്തിയ പരാമർശങ്ങളൊക്കെ ചർച്ചയാകും. ജില്ലാ സെക്രട്ടറി നടത്തിയ അനുനയ ചർച്ചകളെ തുടർന്ന് മയപ്പെട്ട പത്മകുമാറിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നിലപാട്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഇന്നലെ പത്മകുമാർ പിന്നോട്ട് പോയത് പാർട്ടിയുടെ കൂടി ഒരു ശക്തമായ ഇടപെടൽ കൊണ്ടാണെന്ന് സ്വാഭാവികമായും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരു നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? പക്ഷെ അതേസമയം തന്നെ ഇത്ര പരസ്യമായ പ്രതികരണം നടത്തിയ സ്ഥിതിക്ക് അതിനെ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അത് പാർട്ടിക്കകത്തും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം സംഘടനാപരമായുള്ള നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അത് മയപ്പെടുത്താനും സാധ്യതയുണ്ട്. കാരണം ഈ 2 ദിവസവും പത്മകുമാർ പറഞ്ഞ പരസ്യപ്രതികരണം നടത്തിയത് പാർട്ടിയെ സംബന്ധിച്ചും നേതൃത്വത്തെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു തലവേദനയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഈ പരസ്യമായി പാർട്ടിക്കെതിരെ നടത്തിയ പ്രസ്താവന, സാധാരണ കേരള പാർട്ടി പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ആളുകൾ ഇത്തരം പ്രസ്താവനകളൊക്കെ സംഘടനാ തലത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അത് പരസ്യമായി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അതൃപ്തിയുണ്ട് ജില്ലാ നേതൃത്വത്തിനും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഒക്കെ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ ഒരുപക്ഷെ ഉണ്ടാകും. പക്ഷേ കടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 2 ദിവസം മുമ്പ് വരെ പത്മകുമാർ താൻ പറഞ്ഞത് പാർട്ടിയിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയാണ്, താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസവും പത്മകുമാർ പറഞ്ഞത്. പക്ഷേ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറി സന്ദർശിച്ചതിന് ശേഷം ചില ചർച്ചകൾ നടത്തിയിരുന്നു, അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. AK ബാലൻ അടക്കമുള്ള ആളുകൾ പത്മകുമാറിനെ വിളിച്ചിരുന്നു. അതിന്റെയൊക്കെ സാഹചര്യത്തിൽ ഈ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും പത്മകുമാർ അല്പം പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്ക് വിധേയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. താൻ പറഞ്ഞത് അനവസരത്തിലായിപ്പോയി, അത്തരം പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു, അതിൽ ഖേദം പ്രകടിക്കുന്നു എന്നുള്ള കാര്യം കൂടി പത്മകുമാർ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കാണാനോ പ്രതികരണം നടത്താനോ പത്മകുമാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാകും. പക്ഷേ ഒരു കടുത്ത നടപടിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ താക്കീതോ മറ്റു കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ പോകും. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കും ഇതിന് നടപടി ഉണ്ടാകുക. ഇന്ന് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ ഇന്ന് ജില്ലാ കമ്മിറ്റിക്ക് ശേഷം തീരുമാനം ഉണ്ടാകുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കും. എന്തായാലും ഒരു താക്കീത് ഉണ്ടാവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് നടപടി ഉണ്ടായാലും അത് താൻ സ്വീകരിക്കും, പാർട്ടിക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യമാണ് പത്മകുമാർ ഇന്നലെ വ്യക്തമാക്കിയത്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. PC ജോർജിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകാനാണ് സാധ്യത. യൂത്ത് ലീഗ് ഹൈക്കോടതിയെ സമീപിച്ചാൽ കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടി. സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനവും ഇതിൽ പ്രധാനമാണ്. G. ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു വിദ്വേഷ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ പറഞ്ഞതാകട്ടെ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമാണ്. ആ രീതിയിൽ എന്താണിപ്പോൾ പോലീസ് എടുക്കുന്ന നിലപാട്? ജോർജിന്റെ കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പം തുടരുന്നു പോലീസിന് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോർജ് പറഞ്ഞ പരാമർശത്തിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടോ എന്ന സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമോപദേശത്തിലേക്ക് തേടുകയും ചെയ്യുന്നത്. അതിനിടെ യൂത്ത് ലീഗ് ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്ന സൂചനകൾ ഇന്നലെ പല ചർച്ചകളിലും അവർ പറയുകയും ചെയ്തതാണ്. അതായത് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നതാണ് യൂത്ത് ലീഗിന്റെ ഒരു നിലപാടായി ഇന്നലെ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോവുകയും ലീഗ് ഹൈക്കോടതിയിൽ പോവുകയും അവിടെ നിന്ന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് എന്താണ് നടപടി ഉണ്ടാകുക അതിനനുസരിച്ച് കേസെടുത്താൽ മതി എന്ന അഭിപ്രായം പോലീസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് ഒരു വൈകിയൊരു തീരുമാനത്തിലേക്കായിരിക്കും പോലീസ് എത്താൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിലടക്കം പല അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ PC ജോർജിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ
കിട്ടുന്ന ഒരു മാധ്യമ ശ്രദ്ധ അത് PC ജോർജിന് തന്നെ ഗുണമാകുന്നു എന്നൊരു ചർച്ച UDF നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വശത്ത് ലീഗ് കേസിന് പോയാൽ അതങ്ങനെ, അതല്ലെങ്കിൽ തന്നെ മറ്റ് സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റിയും ഒപ്പം തന്നെ SDPയും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ തവണയും ഉണ്ടായതാണ്. ആ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി പെട്ടെന്നൊരു കേസിലേക്ക് പോകണോ എന്ന ഒരു ചിന്ത മാത്രമേ പോലീസിനുള്ളൂ. അതല്ലെങ്കിൽ സർക്കാർ BJPയെ സഹായിക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണവും നേരിടേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേസ് എടുക്കുക എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത ഇപ്പോഴും പോലീസിൽ ഉണ്ടായിട്ടില്ല. നൽകിയത് കോട്ടയത്ത് നിന്ന്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്ന പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി KN ആനന്ദകുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലെത്തിയാൽ ആനന്ദകുമാറിനെ ആലപ്പുഴയിലും കൊച്ചിയിലും എത്തിച്ച് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിൽ പങ്കില്ല എന്ന ആനന്ദകുമാറിന്റെ വാദങ്ങളെയെല്ലാം തഴഞ്ഞുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ അത് ആനന്ദകുമാറിൽ നിന്ന് കൂടിയാണ്. പക്ഷേ ഈ ആരോഗ്യസ്ഥിതി എന്ന വാദം എത്രത്തോളം അതിന് തടസ്സമാണ്? ശ്രീജ, ECG വേരിയേഷനാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമായി ഇന്നലെ ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് ആദ്യം തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച കാർഡിയോളജി വിഭാഗത്തിലേക്ക് മാറ്റി അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിശദമായ പരിശോധനകൾ നടക്കുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. മുറിഞ്ഞപാലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം
ഇപ്പോഴുള്ളത്. അവിടെ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യസ്ഥിതി പൂർവ്വനിലയിൽ എത്തിയാൽ അവിടെ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കഴിയുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോതമംഗലത്തെ രജിസ്റ്റർ ചെയ്ത കേസിലായിരിക്കും ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുക. തുടർന്നായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ആലപ്പുഴയിലും കൊച്ചിയിലും അദ്ദേഹത്തെ എത്തിക്കുക. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഈ ആനന്ദകുമാറിനും അനന്തകൃഷ്ണനും പുറമെ മറ്റേതെങ്കിലും ഉന്നതരുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന അടക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലെ ഗൂഢാലോചന എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആശാ വർക്കർമാരുടെ വേതനത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വടംവലി തുടരുകയാണ്. നൽകേണ്ടതെല്ലാം നൽകിയെന്നും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കൊടുക്കുന്നില്ലെന്നുമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം. ബ്രാൻഡിംഗിന്റെ പേരിൽ തടഞ്ഞുവെച്ച കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഗ്രാന്റിൽ ₹1 പോലും കിട്ടിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയും. എല്ലാം കൊടുത്തെന്ന് കേന്ദ്രം, ഒന്നും കിട്ടിയില്ലെന്ന് സംസ്ഥാനം. ആശമാരെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കം മുറുകുകയാണ്. അവസാനമില്ലാതെ സമരവും. പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യം സമരപ്പന്തലിലെത്തി സുരേഷ് ഗോപി സമരക്കാരെ അറിയിച്ചു. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് സംസ്ഥാനത്തോട് സുരേഷ് ഗോപിയുടെ ചോദ്യം. കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? കേന്ദ്രം പറയുന്നതെല്ലാം കള്ളമെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകി. 2025 വരെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് സർട്ടിഫിക്കറ്റും അയച്ചുകൊടുത്തു. ഇത് സംബന്ധിച്ച രേഖകളും ആരോഗ്യമന്ത്രി സഭയിൽ വച്ചു. കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സർ. 2025 ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഫണ്ട് ലൊക്കേഷൻ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അയച്ചിട്ടുണ്ട് സാർ. അതിന്റെ ഡോക്യുമെന്റും ഉണ്ട് സാർ. അപ്പോ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സാർ ഇതിൽ നില്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ 636 കോടി കേന്ദ്രം തരാനുണ്ടെന്നാണ് സംസ്ഥാനം പറയുന്നത്. തന്നതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു ഇല്ലെന്ന് കേന്ദ്ര സർക്കാരും മുന്നറിയിപ്പ് നൽകുന്നു. ഇനി പ്രതീക്ഷ കേന്ദ്രത്തിലെന്ന് സമരക്കാരും പറയുന്നു. ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ കണക്ക് കൊടുക്കണം. ഇവർ കണക്കൊണ്ട് കൊടുക്കട്ടെ. ഇവരെന്തൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ കൊണ്ടൊന്ന് കണക്ക് കൊടുക്കട്ടെ. ഞങ്ങൾ പാവങ്ങളല്ലേ, കാണുന്നില്ലേ ഈ കിടന്ന് ഈ പെരുമഴത്തല്ലേ ഞങ്ങളെ ഇറക്കി വിട്ടത്. നാളെ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി സമരക്കാരുടെ പ്രതിഷേധ പൊങ്കാലയുണ്ടാകും. സുരേഷ് ഗോപിയും സമരക്കാർക്ക് പിന്തുണയുമായി എത്തും. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശമാരുടെ സമരപ്പന്തലിൽ വീണ്ടും സുരേഷ് ഗോപി എത്തി. ആശമാർക്ക് നല്ലത് സംഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി പണം കായ്ക്കുന്ന മരം ആരുടെയും കയ്യിൽ ഇല്ലല്ലോ എന്നും പ്രതികരിച്ചു. ആരെയും കുറ്റം പറയാനില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിങ്ങൾ സിക്കിമിനെ കണ്ടുപഠിക്കൂ, ആന്ധ്രയെ കണ്ടുപഠിക്കൂ. അങ്ങനെ ഇനി ഒരുപാട് സ്റ്റേറ്റുകൾ ലൈനപ്പിൽ വരും. അങ്ങനെ വരട്ടെ. അവർക്ക് എന്തായാലും നല്ലത് സംഭവിച്ചാൽ മതിയാവും. അത് തന്നെയാണ് എന്റെ പക്ഷം. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് സംസ്ഥാനം ഇപ്പോഴും ഒരു അനങ്ങാപ്പാറ നയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പറയണ്ട. അവരതിന്റെ സമയമെടുക്കും. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നത്. പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും അതൊക്കെ അവർക്ക് നോക്കണ്ടേ. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ചർച്ചയ്ക്കല്ല. ഞാൻ അവിടെ എന്താണോ എവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വലിയ ആരെയും അങ്ങനെ അങ്ങ് എഴുതി തള്ളാതെ വരും. വന്നേ പറ്റൂ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, എനിക്ക് ആ വാചകങ്ങളുടെ അർത്ഥം കൃത്യത്തിൽ മനസ്സിലായില്ല. അതായത് ഒരു സംസ്ഥാനത്തെ കുറ്റം പറയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ ഇന്നത്തെ വാചകങ്ങളിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്? അതായത് ഈ വിഷയത്തിൽ ഉള്ള ആശയക്കുഴപ്പം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന തിരിച്ചറിവാണോ അതിന് പിന്നിൽ? ശ്രീജ, ചോദ്യങ്ങളോട് നാടകീയമായി പ്രതികരിക്കുന്ന ഒരു ശൈലി നേരത്തെയും സുരേഷ് ഗോപിക്കുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. നമുക്കും കൃത്യമായി മനസ്സിലായിട്ടില്ല അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യം. അതായത് ഈ ആശമാരുടെ സമരം ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്.
അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി താൻ അയക്കുമെന്ന് അദ്ദേഹം പറയുന്നത് വരെ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്കും ഒരു അവ്യക്തത തുടരുകയാണ്. എന്തായാലും നാളെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആശമാർക്ക് 100 കിലോ അരി എത്തിച്ചു നൽകുമെന്ന് കഴിഞ്ഞ ദിവസം സമരപന്തലിൽ എത്തിയപ്പോൾ ഇന്നലെ വൈകിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് ആശ വർക്കർമാരുടെ സമരപന്തലിലെത്തിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് അനുകൂലമായ ഒരു സമീപനം വൈകാതെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ അദ്ദേഹം തുടർച്ചയായി ഈ സമരപന്തലിൽ എത്തുന്നതിനെയൊക്കെ ആശാ വർക്കർമാർ വലിയ ആവേശത്തോടെയാണ് കാണുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ ആരെയും അടച്ചു കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. പെട്ടെന്ന് പണം ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ കഴിയില്ലല്ലോ, അതിന് സമയം വേണ്ടിവരും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, പക്ഷെ അതിനല്പം സമയമെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ കുറ്റം പറയാതിലുള്ള ഒരു നിലപാടാണ് കൈക്കൊണ്ടത്. അതെന്തുകൊണ്ടാണ് എന്നത് നമുക്ക് ഒരുപക്ഷെ കുറച്ചും കൂടി കഴിയുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ. തുടർച്ചയായി അദ്ദേഹം ആശമാരുടെ സമരപന്തലിൽ എത്തുന്നു, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ പൊങ്കാല നാളെയാണ്, നാളത്തേക്ക് 100 കിലോ അരി അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ആശമാർക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം വളരെ ആശ്വാസകരമാണ്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ 2ാം ഘട്ട തെളിവെടുപ്പിന് ശേഷം ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെയാണ് അഫാനുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതി പോലീസിനോട് അന്നുണ്ടായ സംഭവങ്ങൾ വിവരിച്ചത്. വീടിനോട് ചേർന്ന പറമ്പിലേക്ക് എറിഞ്ഞ ലത്തീഫിന്റെ ഫോണും വീടിന്റെ താക്കോലും കാറിന്റെ താക്കോലും തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തി. ഇന്ന് ജയിലിലെത്തിക്കുന്ന അഫാനെ സുഹൃത്ത് ഫർസാന, അനിയൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി നാളെ കോടതിയിൽ അപേക്ഷ നൽകും. CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇന്ന് KPCC വേദിയിൽ ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് ജി സുധാകരൻ പങ്കെടുക്കുന്നത്. മുൻ മന്ത്രിയും CPI നേതാവുമായ C ദിവാകരനും ഈ പരിപാടിയിൽ പങ്കെടുക്കും. യുഗപുരുഷന്മാരുടെ സമാഗമ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് സത്യൻ സ്മാരക ഹാളിൽ വൈകിട്ടാണ് പരിപാടി. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ഈ ദിവസത്തെ വാർത്തകളെ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുകയാണ് ന്യൂസ് 10 അപർണ കുറുപ്പുചേരും.